നമസ്കാരം. പാർലമെന്റിൽ ഇന്ന് രാഹുൽ ഗാന്ധി നടത്തിയ ഹിന്ദു പരാമർശം ഭരണപക്ഷ പ്രതിപക്ഷ പോർവിളിയിലേക്കാണ് കടന്നത്. ഹിന്ദുവെന്ന് അവകാശപ്പെടുന്നവർ വെറുപ്പ് പറയുന്നു, നിങ്ങൾ ഹിന്ദുവല്ല, ഹിന്ദുവിന്റെ പേരിൽ ആക്രമണം നടക്കുന്നുവെന്നുമുള്ള രാഹുൽ ഗാന്ധിയുടെ സഭയിലെ പരാമർശത്തോടെ ഭരണപക്ഷം ബഹളം വെച്ചു. ഇതോടെ രാഹുലിന്റെ പ്രസംഗത്തിൽ ഇടപെട്ട നരേന്ദ്രമോദി ഹിന്ദുക്കളെ അക്രമികളെന്ന് വിളിച്ചത് ഗൗരവമേറിയ കാര്യമാണെന്ന് പറഞ്ഞു. ഹിന്ദുക്കളെയല്ല നരേന്ദ്രമോദിയെയും BJP-യെയുമാണ് വിമർശിച്ചതെന്നും ഹിന്ദുവെന്നാൽ BJP എന്നല്ല എന്നും രാഹുൽ മറുപടി നൽകിയെങ്കിലും സഭാ നിയമം ലംഘിക്കുന്നുവെന്ന് ഇടപെട്ട് അമിത്ഷാ രംഗത്ത് വന്നു. രാഹുലിന്റെ ഹിന്ദു പരാമർശത്തിൽ മാപ്പ് പറയണമെന്ന് അമിത്ഷാ പറഞ്ഞു. നിയമപ്രകാരം സഭയിൽ സംസാരിക്കാൻ രാഹുൽ ഗാന്ധി തയ്യാറായില്ല. പ്രസംഗത്തിൽ ശിവന്റെ ചിത്രം രാഹുൽ ഉയർത്തിക്കാട്ടി. ലോക്സഭയുടെ ചട്ടങ്ങൾ മറികടന്നുകൊണ്ടായിരുന്നു രാഹുൽ ഗാന്ധി ചിത്രം ഉയർത്തിപ്പിടിച്ച് പ്രതിഷേധിച്ചത്. നരേന്ദ്രമോദിയും BJP-യും ഭരണഘടനയെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നുവെന്ന് ആരോപിച്ചായിരുന്നു രാഹുലിന്റെ പ്രതിഷേധം. സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടെ കയ്യിൽ കരുതിയിരുന്ന ശിവഭഗവാന്റെ ചിത്രം രാഹുൽ സഭയ്ക്ക് മുൻപാകെ ഉയർത്തിക്കാട്ടുകയായിരുന്നു. ലോക്സഭയ്ക്കുള്ളിൽ പ്ലക്കാർഡുകളുമായി പ്രതിഷേധിക്കരുതെന്നാണ് നിയമം. ഇതിന് വിപരീതമായുള്ള പ്രവൃത്തി കണ്ട സ്പീക്കർ ഓം ബിർള രാഹുലിനെ ശാസിച്ചു. ഇത്തരം പ്ലക്കാർഡുകൾ ഉയർത്തിക്കാട്ടാൻ സഭയുടെ ചട്ടം അനുവദിക്കുന്നില്ലെന്ന് ഓം ബിർള രാഹുലിനെ ഓർമ്മിപ്പിച്ചു. ശിവന്റെ അഭയമുദ്രയാണ് കോൺഗ്രസിന്റെ ചിഹ്നമെന്നും ആരെയും ഭയമില്ലെന്നും പറഞ്ഞാണ് രാഹുൽ ശിവഭഗവാന്റെ ചിത്രം ഉയർത്തിക്കാട്ടിയത്. ഗുരു നാനാക്കിന്റെ ചിത്രവും രാഹുൽ ഗാന്ധി പാർലമെന്റിൽ ഉയർത്തിക്കാട്ടി. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.